മനോരമയെ പിള്ളേരും കയറി പണിഞ്ഞല്ലോ. SFI ഇന്നലെ മനോരമ ഓഫീസിന് മുന്നിൽ ഒരു ബാനർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ ബാനർ പങ്കുവെച്ചുകൊണ്ട് SFI സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശിവപ്രസാദ് പങ്കുവെച്ച ഒരു പോസ്റ്റും ആ ബാനർ നിങ്ങൾ കാണുക. ഓരോരുത്തർക്ക് അർഹിച്ചത് ഈ നാട് നല്ല ആദരവായി സമർപ്പിക്കും അല്ലെങ്കിൽ സമ്മാനിക്കുമെന്ന് പറയുന്നത് പോലെയാണ് മനോരമയുടെ നെറ്റിയിൽ നെറ്റിപ്പട്ടം പോലെ ഒരു ബാനർ ചാർത്തിയിട്ടുണ്ട്. ആ ബാനറിലെ വാചകം നിങ്ങൾ കേൾക്കണം. മഞ്ഞരമയിലേക്ക് അവതാരകരെയും ക്യാമറാമാനെയും ആവശ്യമുണ്ട്. ലൈംഗിക ദാരിദ്ര്യത്തിലും അശ്ലീല സാഹിത്യത്തിലും ബിരുദവും ഉളുപ്പില്ലായ്മയുമാണ് മുൻഗണന. SFI എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനോരമയുടെ അരൂറുള്ള ഓഫീസിന് മുന്നിലാണ് നെറ്റിപ്പട്ടം പോലെ ഇത് ചാർത്തി കൊടുത്തിട്ടുള്ളത്. ഇത് പങ്കുവെച്ചുകൊണ്ട് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് പങ്കുവെച്ച ഡയലോഗ് ഇങ്ങനെയാണ്: ഒരുപാട് ആർഭാടം അർഹിക്കുന്നില്ല, പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തിന്റെ പര്യായമാണ് മനോരമ. അതെ, കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ത് തെമ്മാടിത്തവും ചെയ്യും. ആരോട്? ഇടതുപക്ഷത്തോട്, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോട്, ആ പ്രസ്ഥാനത്തിനോട്, അതിലെ യുവജന സംഘടനാ നേതാക്കന്മാരോട്, യുവജന സംഘടനയോട്. വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുക, അപമാനിക്കുക എന്ന രീതിയിൽ കേരളത്തിലെ ഇതര രാഷ്ട്രീയ കക്ഷിയിലുള്ളവരിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി വ്യാജ വാർത്ത സൃഷ്ടിച്ചു കൊടുക്കുന്ന കുറെ കൂലിയെഴുത്തുകാരാണ് ഈ മനോരമ പത്രത്തിനകത്തുള്ളത്. അവരെ തീറ്റിപ്പോറ്റുന്നത് തന്നെ അത്തരം പണങ്ങൾ കൈപ്പറ്റിക്കൊണ്ടാണ്. കാര്യം ഈ അനധികൃത സ്വത്ത് സമ്പാദനക്കാരെല്ലാം മനോരമയുമായിട്ട് അടുത്ത ബന്ധമാണ്. കാര്യം അതിൽ നിന്നൊരു വിഹിതം ഇവർക്ക് കൂടി കൊടുത്താൽ ഇവരും സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി SFIക്കെതിരെയും സർക്കാരിനെതിരെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ വാർത്തയെ തുടർന്ന് SFI എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പിള്ളർ മുമ്പ് എന്താണോ ഏഷ്യാനെറ്റിന് അതിനകത്ത് കയറി ഒരു ഫ്ലെക്സ് കെട്ടിയത്, അതേ മാതൃകയിൽ അരൂർ ഓഫീസിന്റെ മുന്നിൽ ഒരു നെറ്റിപ്പട്ടം പോലെ കൊണ്ടുവന്ന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. മനോരമയ്ക്കകത്ത് അവതാരകരെയും ക്യാമറാമാനെയും ആവശ്യമുണ്ട്. എങ്ങനെയുള്ള മനോഭാവക്കാർ? നല്ല ഇക്കിളി മനസ്സുള്ളവരായിരിക്കണം, ഒരുതരം പമ്മൻ രചനകൾക്ക് താല്പര്യമുള്ളവരായിരിക്കണം. ലൈംഗിക ദാരിദ്ര്യവും അല്ലെങ്കിൽ അത്തരം അശ്ലീല കഥകൾ മെനയാൻ കഴിവുള്ളവർക്ക് മാത്രം ജോലി കിട്ടാനുള്ള ഒരു ഇടമാണ്. പ്രത്യേകിച്ച് അതിനകത്തുള്ള നിയമനങ്ങളൊക്കെ നടക്കുന്നിടത്ത് പരിശോധിച്ചാൽ ജാതി സ്പോൺസേർഡ് ആണ്. ഇപ്പോൾ സംഘപരിവാറുകാരുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതുകൊണ്ടും കോൺഗ്രസുകാരായിട്ട് സംസ്ഥാനത്തും കേന്ദ്രത്തിൽ BJPക്കാരുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൊടുക്കേണ്ട മറുപടി ഇതൊക്കെ തന്നെയാണ്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക, എന്താണ് ഇതിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തിറക്കുന്നു എന്നുള്ള കാര്യം. അതിനുവേണ്ടി ഏത് തരത്തിലുള്ള നിയമനങ്ങളാണ് ഇവർ നടത്തുന്നതെന്നും ഏത് മനോഭാവക്കാരെയാണ് ആവശ്യമുള്ളത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നാട്ടുകാർ ഇതിന്റെ മുന്നിലെ ഫ്ലെക്സ് വായിച്ചിട്ട് ഒരു തിരിച്ചറിവുണ്ടാകണം. അതിന് SFI കൊടുത്ത ഒറ്റമൂലി ഉജ്ജ്വലമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇങ്ങനെയൊക്കെ ഒരു നല്ല 4 മറുപടികൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ചൊറിച്ചിലങ്ങ് അടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. SFIയുടെ പിള്ളർ കെട്ടിയ ബാനറിന് കൈയടിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാര്യം അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ആ ബാനറിലൂടെ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞരമ്പ് രോഗ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായിട്ടുള്ള മറുപടി ആ ഫ്ലെക്സിലുണ്ട്. അത് ചെയ്ത SFIയുടെ കുട്ടികളുടെ ആ ധൈര്യത്തിനും ആ കാഴ്ചപ്പാടിനും ഒരു ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ്.